ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നത് സെയിം ലൊക്കേഷൻ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് സൈറ്റിൽ. ഇത്ര സുന്ദരമായ ഗൾഫിൽ എവിടെയും ഇങ്ങനെ കാണാൻ കിട്ടില്ല, ഉണ്ടായില്ല. എല്ലാ മരുഭൂമിയും ഫുള്ളും ഇതായിരിക്കും. കാണാ ദൂരത്തൊക്കെ ഫുള്ളും മരുഭൂമികളായിരിക്കും. ഇത് പക്ഷേ ഇതൊക്കെ ഫുൾ പച്ചപ്പാകും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ. ഇനിയിപ്പോൾ മഴ തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു, എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ വന്നു. നമ്മളെ അർബാബിൻ്റെ ഒരു ചെറിയൊരു വ്യൂ പോയിൻറ്റിലുള്ളൊരു കോഫി ഷോപ്പാണ്. പുള്ളി ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. ഞാൻ പക്ഷേ എങ്ങനെ വീഡിയോ എടുക്കണം എന്താണെന്നൊന്നും എനിക്കും അറിഞ്ഞൂടാന്നല്ല, വീഡിയോ എടുക്കുന്നതല്ല, അവരുടെ ലാംഗ്വേജ് എനിക്ക് അങ്ങോട്ട് അറബി അറിഞ്ഞൂടാ. പക്ഷേ പുള്ളി നല്ലൊരു മനുഷ്യനാണ്, പറഞ്ഞാൽ മനസ്സിലാകും. മലയാളം അറിയില്ല. പുള്ളി ഇപ്പോൾ വരും, അവിടെ ഉണ്ട്. പുള്ളി ഭക്ഷണം കഴിക്കുകയാണ്. പുള്ളി വന്നാൽ ഞാനൊരു ചെറിയ റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്. മലയാളം ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കേരളത്തിലെ നമ്മുടെ പാലക്കാട്ടുകാർക്ക് വേണ്ടി 2 വാക്ക് മലയാളത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഓക്കെ. എനിക്ക് മലയാളം അറിയില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യാം. അറിയാം, ഹിന്ദിയെ അറിയാം അവർക്ക്. അങ്ങനെ ഞാൻ അതിനൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ പുള്ളി ഇത്തിരി ഫോണിലും ബിസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും പിന്നെ പുള്ളിനെ അവരൊക്കെ നല്ല ഒന്നുമില്ലെങ്കിലും അറബിയല്ല, ഒന്നുമില്ലെങ്കിൽ ഷെയ്ക്കാണ്. മറ്റേ സിനിമയിലൊക്കെ പറയണമല്ലോ, ഞാൻ മറ്റേ ഷെയ്ക്കാണെന്നൊന്നല്ല. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. ഇല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഈ പോസ്റ്റിലൊന്നും ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും പറഞ്ഞു, ഞാനങ്ങനെ ഇവിടെ സ്ഥിരമല്ല, ഞാൻ വിസിറ്റിംഗാണ്. അപ്പോൾ ഉള്ളത് 2 മാസമോ 3 മാസമോ എങ്ങനെയാണെങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഫുൾ നമുക്കാണ് ഇതിൻ്റെ ഇത് തന്നിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഉള്ള ടൈം എൻജോയ്മെൻറ്റ് ചെയ്യുക. ഉള്ള സമയം, അധിക സമയമൊന്നും ഇല്ലെങ്കിലും ഉള്ള സമയം ലാവിഷാക്കുക, എൻജോയ് ചെയ്യുക. ഉള്ള പരമാവധി സ്ഥലങ്ങൾ കാണുക, പരമാവധി വീഡിയോ ജനങ്ങളിലേക്ക് നമ്മളെപ്പോലെ ഈ കാണാൻ പറ്റാത്ത ആൾക്കാരെ ഉള്ളിൽ എത്തിക്കുക. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും പൊളിക്കാം. സലാല മസ്കറ്റ് നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മളെ ഫുള്ളും അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളും നല്ല നല്ല പ്രദേശങ്ങളാണ്. പക്ഷെ ഒരാൾക്കാരില്ല അവിടെ. കുറേ തെങ്ങും തോട്ടമൊക്കെ ഉണ്ട്. ഈ ചെടി എന്തോ പറയും നമ്മുടെ നാട്ടിലെ ഈ ചെടി എന്ത് ചെടിയാത്? നന്ദിയാർവട്ടോ അങ്ങനെ എന്തോ ആണ്. ഇത് വൈറ്റ്, ഇത് റെഡ്, ഇത് റെഡ്, അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുറേ ചെടികളുണ്ട്, എല്ലാം സെയിം. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു കോഴിച്ചൂട്ടം, കോഴിച്ചൂട്ടം. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് എങ്ങനെ കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഫുള്ള് ഞാൻ നോക്കുമ്പോൾ അതുപോലെ കടലാസ് പൂ അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പല വെറൈറ്റിയുള്ള കടലാസ് പൂകൾ, പിന്നെ കുറേ പൂക്കളുണ്ട് കേട്ടോ. കാണാൻ നന്നായിട്ടുണ്ട്. സ്ഥലങ്ങളും ഇതും പറഞ്ഞ പോലെ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, പൊളിക്കാം. ഇനി അടുത്ത സ്ഥലവും അടുത്ത പ്ലേസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.